തുടർച്ചയായ രണ്ട് എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങി വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് റയൽ മാഡ്രിഡ് കടന്നു പോകുന്നത്. ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയാണ്. കാരണം ചിരവൈരികളായ ബാസയോട് ഇത്രയും ദയനീയമായി പരാജയപ്പെടുക എന്നുള്ളത്, അതും 9 ഗോളുകളാണ് അവസാനമായി കളിച്ച രണ്ട് എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ ബാസക്കെതിരെ റയൽ വാങ്ങിക്കൂട്ടിയത്. അവിശ്വസനീയം എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും മികച്ച ലോകോത്തര നിരയുള്ള ഒരു ക്ലബിന് എന്താണ് സംഭവിക്കുന്നത്, ഇത്രയും ലെഗസി ഉള്ള ഒരു ക്ലബിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡിഫൻസിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ലാലിഗയിലെ എൽ ക്ലാസിക്കോയിൽ എന്തൊക്കെയാണോ സംഭവിച്ചത്, അന്ന് എങ്ങനെയാണോ 4-0 ബാസയോട് പരാജയപ്പെട്ടത്, അതേ സിറ്റുവേഷനിൽ തന്നെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നീക്കവും റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെയാണെങ്കിൽ അക്കാദമി പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കാർലോ ആൻസലോട്ടി തയ്യാറാകുന്നുമില്ല. അപ്പം പരിക്ക് മാറിയ പ്ലേയേഴ്സ് തിരിച്ചെത്തുന്നവരെ ഇങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ലൂക്കാസ് വാസ്കസിന്റെ പെർഫോമൻസ് തുടർച്ചയായിട്ട് നമുക്കറിയാം സ്ലോപ്പിയാണ്. പ്രത്യേകിച്ച് വമ്പൻ ടീമുകൾക്കെതിരെ, കരുത്തർക്കെതിരെ കളിക്കുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടും. റൈറ്റ് ബാക്ക് ആ ഒരു പൊസിഷൻ തന്നെ പ്രശ്നമാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കർവഹാൽ പരിക്കേറ്റ് പുറത്തു പോയതിനു ശേഷം വലിയൊരു തലവേദന തന്നെയാണ്. ഈ ഒരു മത്സരത്തിലും ബാസയ്ക്കെതിരെ സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിലും അത് തന്നെയാണ് കാണാനായത്. ആ റൈറ്റ് ബാക്കിന്റെ പ്രോബ്ലം കാരണം പൊതുവെ ആ റൈറ്റ് വിങ് തന്നെ വലിയൊരു പ്രശ്നമായി മാറി എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും വാൽവർദേക്ക് എക്സ്ട്രാ ജോബ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഒരു കവറപ്പ് വാസ്കോസിന് കൊടുക്കണം, അവിടേക്ക് ഒരു കണ്ണ് വേണം. അത് പലപ്പോഴും മുന്നേറ്റത്തെ നിർണായകമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഈവൻ റോഡ്രിഗോയ്ക്ക് പോലും ആ ഒരു ഏരിയയിൽ, അതായത് റൈറ്റ് വിങ്ങിലെ ആ ഒരു ഇമ്പാക്ട് റോഡ്രിഗോയ്ക്ക് പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടോട്ടൽ പ്ലേയെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ ചൗമേനി വലിയൊരു ഫെയിലിയർ ആണ്. അത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ബേസിക് പൊസിഷൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. സെൻട്രൽ ബാക്ക് ആയിട്ട് ആൻസലോട്ടി ഇങ്ങനെ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും ഒരു പൊസിഷണൽ അവയർനെസ് പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. പല ഗോളുകളും ഇവരുടെ ഒരു ജാഗ്രത കുറവ് കാരണമായിരുന്നു. നമുക്കറിയാം, ഒരു 4 ഗോൾ എന്നെങ്കിലും ഒരു ഡിഫൻസീവ് ലാബ്സ് എന്ന് പറയേണ്ടി വരും ബാസ നേടിയ ഗോളുകൾ. അതിന്റെ അർത്ഥം ബാസയ്ക്ക് ആ ഒരു അവരുടെ ഒരു സ്കില്ലിനെ ഒട്ടും കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ സിറ്റുവേഷൻ അതാണ്. കാരണം വളരെ ഓപ്പൺ ആയുള്ള സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ ഗോൾ നോക്കാം. മൂന്നാമത്തെ ഗോള് റഫീനിയ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ബോക്സിനുള്ളിൽ നിലയുറപ്പിച്ച് ഹെഡ് ചെയ്ത് ഗോളാക്കുകയാണ് ഉണ്ടായത് ആ ക്രോസ്. അപ്പം 3 ഡിഫൻഡേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കും എന്താണ് സംഭവിച്ചത്, ഇവൻ എപ്പം കയറി ബോക്സിനുള്ളിലേക്ക് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വളരെ എന്താ പറയുക സിമ്പിളായുള്ള ബാലപാഠങ്ങൾ പോലും കീപ്പ് ചെയ്യാതെയാണ് റയൽ മാഡ്രിഡിന്റെ പേര് കേട്ട നിര അല്ലെങ്കിൽ ഡിഫൻസീവ് ടീം വർക്ക് ചെയ്തെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അൽജാൻഡ്രോ ബാൽദ നേടിയ ഗോളാണെങ്കിലും മെൻഡി ഒന്നും ഓടി എത്തുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു യങ് പ്ലെയർ അത് സ്കോർ ചെയ്തിരിക്കുന്നത്, റഫീനിയിൽ നിന്ന് പാസ് സ്വീകരിച്ച്. അപ്പം ഈ ഒരു പ്രശ്നം വലിയൊരു പ്രോബ്ലം തന്നെയാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച്. കാരണം ഇപ്പം നമ്മൾ നോക്കേണ്ടത്, ഇപ്പം ലാലിഗയിലെ പല മത്സരങ്ങളിലും ഇത് എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല, ഈ ഒരു ഡിഫൻസിലെ പ്രശ്നങ്ങൾ. ഇപ്പം ലൂക്കാസ് വാസ്കോസ് ഒക്കെ ഇപ്പം വല്ലഡോയിഡിനെതിരെ കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ മയോർക്ക പോലുള്ള ടീമിനെതിരെയൊക്കെ കളിക്കുകയാണെങ്കിൽ അത് അത്ര എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല. കാരണം അവർ അത്യാവശ്യം പിടിച്ചു നിൽക്കും. പക്ഷേ വമ്പൻ ടീമുകൾക്കെതിരെ വരുമ്പോൾ, നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെതിരെ കണ്ടു, അതിനുശേഷം ഈവൻ AC മിലാനെതിരെ പോലും അത് റിഫ്ലക്ട് ചെയ്യപ്പെട്ടു. പിന്നെ കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ അത് കണ്ടു. അപ്പോൾ എന്താണ് റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിന്റെ പ്രശ്നങ്ങൾ എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ച് എതിർ ടീമുകൾക്ക് കറക്റ്റായിട്ട് തന്നെ അവരുടെ നീക്കങ്ങൾ മെനയാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കുകൾ, അതിവേഗമായുള്ള കൗണ്ടർ അറ്റാക്കുകളെ ഡിഫെൻഡ് ചെയ്യാൻ പലപ്പോഴും വിങ് ബാക്കുകൾക്ക് റയൽ മാഡ്രിഡിന്റെ സാധിക്കുന്നില്ല. പിന്നെ സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ അസൻസിയോ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കാരണം അസൻസിയോ അത്യാവശ്യം നന്നായിട്ട് പ്രൂവ് ചെയ്ത് വരുന്ന ഒരു യങ് പ്ലെയർ ആണ്. പക്ഷേ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാൻ കാർലോ ആൻസലോട്ടി തയ്യാറാകുന്നില്ല. അദ്ദേഹം വീണ്ടും ആ ഒരു സ്റ്റബ്ബോൺനെസ് കീപ്പ് ചെയ്യുകയാണ്. പൊതുവേ ആൻസലോട്ടിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നത് അദ്ദേഹം അക്കാദമി പ്രൊഡക്റ്റുകളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ബാസ നേരെ തിരിച്ചാണ്. എത്ര മികച്ച രീതിയിലാണ് അവർ അക്കാദമി പ്ലെയേഴ്സിനെ വളർത്തിക്കൊണ്ടുവന്ന് മെയിൻ പ്ലെയേഴ്സാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. 17, 18, 19 വയസ്സുള്ള പ്ലെയേഴ്സൊക്കെ ഇന്നലെ തന്നെ ഈ ഒരു മത്സരത്തിൽ എത്ര യങ് പ്ലെയേഴ്സാണ് കളിച്ചത്, അക്കാദമി പ്ലെയേഴ്സ് എത്ര കളിച്ചു, എത്ര മികച്ച രീതിയിൽ അവർ പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ. റയൽ മാഡ്രിഡിനും നല്ല അക്കാദമി പ്ലെയേഴ്സ് ഉണ്ട്, പക്ഷെ അവരെ യൂട്ടിലൈസ് ചെയ്യാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും പലപ്പോഴും ആൻസലോട്ടി ആ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ ഒരു പൊസിഷനിൽ ഒരു താരത്തിന് പരിക്ക് പറ്റി പുതിയൊരു താരത്തെ സൈൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മാക്സിമം അറ്റ്ലീസ്റ്റ് ചെറിയ മത്സരങ്ങളിലെങ്കിലും, ഇപ്പോൾ ലാലിഗയിൽ പല മത്സരങ്ങളും ടഫായിട്ടൊന്നുമില്ല. ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരം, അല്ലെങ്കിൽ അത്ലറ്റിക്കോ ബിൽബാവോ, ബാഴ്സലോണ, അല്ലെങ്കിൽ ഒരു ടോപ്പ് 5-6 ക്ലബ്ബുകൾക്ക് ഇതെല്ലാം മത്സരങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ചിലതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് റയൽ മാഡ്രിഡ് ജയിക്കാൻ പറ്റുന്ന മത്സരങ്ങൾ. അപ്പൊ അവിടെയെങ്കിലും ഇത്തരം താരങ്ങളെ പരീക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരാ എന്നുള്ളൊരു സ്ട്രാറ്റജി ആൻസലോട്ടി കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും
മോശമായ അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലാലിഗയിലാണെങ്കിലും നല്ല ടഫ് ഫൈറ്റാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നൽകുന്നുണ്ട്. ഇപ്പോൾ ബാഴ്സലോണയിൽ തിരികെ വരാനുള്ള സാധ്യതയുണ്ട്, കാരണം അവർക്കൊരു ഊർജ്ജം റയൽ മാഡ്രിഡ് നൽകിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ മുന്നേറ്റം നിര എത്ര മികച്ച രീതിയിൽ കളിച്ചിട്ടും കാര്യമില്ല. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ സാധിക്കണം എന്നില്ല. ഡിഫൻസ് ബേസിക്കലി നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് കീപ്പ് ചെയ്ത് പോകണം. പിന്നെ മിഡ്ഫീൽഡിലും പ്രശ്നങ്ങളുണ്ട്. ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം റയൽ മാഡ്രിഡിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഇല്ല, ക്രൂസിൻ്റെ അഭാവം അതുപോലെ നിൽക്കുകയാണ്. ഇപ്പോൾ വാൽവർദയൊക്കെ ആണെങ്കിൽ ഡിഫൻസ് സെറ്റാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിനിടയിൽ ബോൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും മുന്നേറ്റ നിര, സ്റ്റാർ സ്റ്റഡഡ് ആയുള്ള മുന്നേറ്റ നിര അവിടെ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ വിനീഷ്യസ് ആണെങ്കിൽ എംബാപ്പെ ആണെങ്കിൽ ഇവരൊന്നും പിന്നോട്ട് വന്നിട്ട് അധികം കളിച്ച് ബോൾ കൊണ്ടുപോകുന്ന പ്ലെയേഴ്സ് അല്ല. അപ്പൊ അതും ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ റയൽ മാഡ്രിഡിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പം വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പം ജനുവരിയിൽ എന്ത് നടക്കുമെന്ന് അറിയില്ല. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലും നിർണായകമായുള്ള ഡിഫൻസിനെ ശക്തിപ്പെടുത്താനുള്ള നിർണായകമായ നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഇത്തരം തോൽവികളും ഇത്തരം തിരിച്ചടികളും ഒക്കെ ഇനിയും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? റയൽ മാഡ്രിഡ് ഈ ഒരു പെർഫോമൻസിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.